ശ്രീ ദാമോദർ പ്രസാദ്, അങ്ങ് വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ്, തർക്കമൊന്നുമില്ല. അതിന് വർഷാവർഷങ്ങൾ ഇരയാവുന്ന കുട്ടികളുടെ എണ്ണവും ഏറിയതാണ്. ആർക്കും ചോദിക്കാനില്ല. അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറുന്ന സാഹചര്യം തന്നെയാണ് അവിടെയും ഇവിടെയും മുൻകാലത്തും പിൽക്കാലത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്തു വരുന്നു, അവരൊരു സമരം നടത്തുന്നു. അവരെ ഈ നിലയ്ക്കാണോ നേരിടേണ്ടത്? ഈ നിലയ്ക്കല്ല എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഒരുപക്ഷെ വലതുപക്ഷ ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ പൊതുസമൂഹം, ജനാധിപത്യ സമൂഹം എന്തായാലും രണ്ടഭിപ്രായമായിരിക്കില്ല, ഒരഭിപ്രായം തന്നെ ആയിരിക്കും. മാവ് നേരത്തെ ധാർമ്മികതയുടെ കാര്യം പറഞ്ഞു. അതൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ താരതമ്യം ചെയ്ത് ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് കൊള്ള നടക്കുന്ന അധാർമികമായ കാലത്തിൻ്റെ അധാർമികമായ നേതൃത്വത്തോട് ഈ നമ്മുടെ പഴയ നെഹ്റുവിയൻ കാലത്തെ താരതമ്യം ചെയ്യുന്നതിൽ എന്ത് പ്രസക്തിയാണ്? അപ്പോൾ ആ ധാർമ്മികതയൊന്നും ഇല്ല. അത് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷമായി കണ്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ പൊതുവിൽ സമരരംഗത്താണ്. പക്ഷേ അതിന് വളരെ വ്യത്യസ്തമാണ്. ആ മുമ്പ് JNUവിൽ തുടങ്ങിയ സമരത്തിൽ ഇവർക്ക് സ്ഥിരമായി ആക്ഷേപിക്കാവുന്ന ആകെ അറിയുന്നൊരു പ്രയോഗമുണ്ട്. ആകെ കയ്യിലുള്ള ഏക ആയുധം, മറ്റെല്ലാ തരത്തിലും പരാജയമാണ്. ഒരു ആയുധമുണ്ട്, എന്ത് പറഞ്ഞാലും രാജ്യദ്രോഹം, ദേശദ്രോഹം. ഇതാണ് ഇവരുടെ ഏക കയ്യിലെ ആയുധം, എല്ലാവർക്കെതിരെയും എടുത്ത് ഉപയോഗിക്കുന്ന ആയുധം. എന്നാൽ നമുക്കറിയാലോ, ദേശദ്രോഹത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇത്രയും കാലം വിദ്യാർത്ഥി സമരത്തിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് ദേശദ്രോഹം. അത് നമ്മൾ CAയിലും കണ്ടു. അതിൻ്റെ ഭാഗം നമ്മൾ ആലോചിക്കണം. ഉമർ ഖാലിദ് വിചാരണ കൂടാതെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്, ഷാർജിൽ ഇമാം ജയിലിൽ കിടക്കുന്നത്, വിചാരണ കൂടാതെ അവിടെ ജയിലിൽ കിടക്കുന്നത്, കുറ്റപത്രം പോലും കിടത്തില്ല, UAPA ചാർജ് ചെയ്തിട്ട്. എന്താണ് തെറ്റെന്ന് ഒരാൾക്കും അറിയില്ല. അപ്പോൾ ഇത് കാലങ്ങളായി ഇവരുടെ കഴിഞ്ഞൊരു എന്താ പറയുക, NDA സർക്കാർ വന്ന ശേഷം തുടർച്ചയായി നടക്കുന്ന കാര്യം. പക്ഷേ ഈ സമരത്തെ പ്രത്യേകതയുണ്ട്. ആ സമരങ്ങളെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ സമരത്തെ നേരിടാനായിട്ട് ഇവർക്ക് യാതൊരു യുക്തി ഉണ്ടായിരുന്നില്ല. കാരണം വളരെ ഗൗരവമായ വിദ്യാർത്ഥി സമൂഹത്തെയും ഇവിടുത്തെ മാതാപിതാക്കളെയും സമൂഹത്തെയും മുഴുവൻ ബാധിച്ച പ്രശ്നമാണ് ഈ നീറ്റ് പരീക്ഷാ ചോർച്ച. ആദ്യമായിട്ടുള്ള പരീക്ഷാ ചോർച്ചയുടെ തുടർച്ചയായിട്ട് പല സംഭവങ്ങളും പരീക്ഷാ ചോർച്ച ബന്ധപ്പെട്ടുണ്ട്. അത് BJPക്കാർക്ക് നന്നായിട്ട് അറിയാൻ കാര്യം. അവർ മാതാപിതാക്കളൊക്കെ തന്നെയാണല്ലോ, അവരുടെ മക്കളും പരീക്ഷ എഴുതുന്നുണ്ട്, അവർക്കും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഗുരുതരമായി ബാധിച്ച സംഭവമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ആവർത്തിച്ച് വരുന്ന സമയം ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. ആ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്വം പറഞ്ഞാൽ അദ്ദേഹത്തെ പിറ്റു ദിവസം കുറ്റക്കാരനെ കുറ്റം ചേർത്തി അദ്ദേഹത്താക്കൽ. പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് സർക്കാർ കാണിക്കുന്ന ജനാധിപത്യത്തിൽ കാണിക്കുന്ന ഒരു വലിയ ഔന്നത്യമാണ്. ആ ഔന്നത്യർക്ക് മനസ്സിലാവുന്നതിന് കാരണം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നോട്ട് നിരോധനം മൂലം കുറേ ഉത്തരവാദിത്തത്തെ ചോദിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പരീക്ഷാ ക്രമക്കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ PSC ക്രമക്കേട് നമ്മളെല്ലാവരും ചർച്ച ചെയ്താണ്. 3-4 ദിവസം PSC വിഷയം എടുത്ത് ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. ഉദ്യോഗാർത്ഥികൾ അടക്കം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? 10-12 കുട്ടികൾ മരിച്ചുപോയ, സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, നോക്കൂ, ആനി രാജ കഴിഞ്ഞ ദിവസം വികാരവിക്ഷുബ്ധയായി പറഞ്ഞത് എന്റെ കുടുംബത്തിൽ ഈ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ സമരത്തിന് പിന്തുണ നൽകാണ്ടിരിക്കുന്നത് എന്നാണ്. അതിനെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക മറ്റ് ക്രമക്കേടുകളുമായി? അല്ല, ഈ ഇത്തരം താരതമ്യം ഉണ്ടാക്കുന്ന ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ. ഈ PSC ബന്ധപ്പെട്ട ക്രമക്കേട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഗൗരവമായ വിഷയം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളത് ഫോക്കസ് ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ താരതമ്യമല്ല. ഇത് നിങ്ങളത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ആത്മഹത്യ, കുട്ടികളെ പുറത്ത് വലിയ സമ്മർദ്ദം ഉണ്ടായി, എഴുതിയ പരീക്ഷ വീണ്ടും എഴുതേണ്ടി ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ നേരിടുന്നത് ഇത് എന്താ പറയുക, ഏതാനും കുറച്ച് പേരെ പ്രശ്നമില്ല, ലക്ഷങ്ങളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അത് നമ്മുടെ ദേശം മുഴുവൻ വ്യാപകമായി കിടക്കുന്ന കുട്ടികൾ, അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പോൾ അത്തരം ഒരു കാര്യത്തെ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടക്കുമ്പോൾ ആ ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ജനാധിപത്യമാണെങ്കിൽ ആ സർക്കാർ സമരത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കും. അത് ഒരു മാസം അവഗണനയായിരുന്നു, ഒരു ജനാധിപത്യത്തിൽ ഒരിക്കലും കാണാത്ത. ഇവർ അവകാശപ്പെടുന്നുണ്ട്, UPA നല്ലൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. കാര്യം ഇവരെ കുത്തിയിളക്കി കൊണ്ടുവന്ന സമരമായിരുന്നു ആൻറ്റി കറപ്ഷൻ അണ്ണാ ഹസാരയുടെ സമരം. അതിനോട് കാണിച്ചൊരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ജനാധിപത്യ സർക്കാർ എങ്ങനെയാണ്, ഒരു മൻമോഹൻ സിംഗിനെ പോലും പ്രധാനമന്ത്രി ജനാധിപത്യ സർക്കാർ എങ്ങനെയാണ് സമരത്തോട് സമീപിക്കുക എന്നുള്ള തെളിവ് ഒരു മാർഗ്ഗം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമരത്തോട് സംവദിക്കുകയും ആ സമരത്തായിട്ട് എൻഗേജ് ചെയ്യാനും തയ്യാറാവുകയും അതനുസരിച്ച് ഒരുപക്ഷെ സർക്കാരിനെ തന്നെ വീഴ്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെ മുതലെടുത്ത ആൾക്കാരാണ് ഈ വലതുപക്ഷം. അപ്പോൾ ഈ സമരം നടക്കുന്ന സമയത്തും ന്യായമായ സമരം, ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന സമരം നടക്കുന്ന സമയത്തും അതും ഏറ്റവും സമാധാനപരമായ സമരം, നിരാഹാര സമരം, അത് ലോകം തന്നെ ആദരിക്കുന്ന മെക്സസ് അവാർഡ് കിട്ടിയ സോനം വാങ്ചുകിനെ പോലുള്ള ആൾ ഇതിനെ അവഗണിക്കുകയാണ് ഇവർ ആദ്യം ചെയ്തത്. അവഗണിക്കുക ജനാധിപത്യത്തിൽ ഒരിക്കലും അവരോട് എൻഗേജ് ചെയ്യാനുള്ള ഇന്നാണല്ലോ ഒരു സംസാരം നടത്തുന്നത്. അതിനുശേഷം ഈ പാർലമെൻ്ററി സമ്മേളനം തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നിരോധനാജ്ഞ കുറിച്ചുകൊണ്ട് നിഷ്ഠൂരമായി വിദ്യാർത്ഥികളെ ആക്രമിച്ചത്, കേരളത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചത്. ഈ വിദ്യാർത്ഥി എന്താണ് ആക്രമിക്കപ്പെട്ടതിന് കാരണം? അവർ ന്യായമായ സമരം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ആക്രമിക്കപ്പെട്ടത്. ഇതൊക്കെ അല്ലേ ഇന്ത്യയിലെ ആൾക്കാർ മുഴുവൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു പൊതുപ്രവണത പറഞ്ഞാൽ ജനാധിപത്യത്തോട് തരിമ്പും ഒരു ആത്മാർത്ഥയില്ലാത്ത, രാജ്യത്തിൻ്റെ ഗൗരവമായ പ്രശ്നത്തെ എല്ലാം ഏകാധിപത്യപരമായ പ്രശ്നം ഭരിക്കുന്ന രീതിയിൽ
ഇവർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഷേധങ്ങൾ അലയടിച്ചു തുടങ്ങി. ഇത് കേരളത്തിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാന, കേരളത്തിൽ അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഇത് അലയടിക്കുന്ന പുതിയ തലമുറയിലാണ്. ആ പുതിയ തലമുറ അലയടിക്കുക എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമായി കാണണം. ഈ വൃദ്ധ നേതൃത്വം ഇന്നല്ലെങ്കിൽ നാളെ മാറും. പക്ഷേ ഭാവി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഭീകര ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ചെറുപ്പക്കാരെല്ലാം ഓരോ രീതിയിൽ അസ്വസ്ഥരാണ്. ഇത് മാത്രമല്ല, CJP യുടെ പ്രശ്നം ഈ നീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരമാണ് നടക്കണമെങ്കിലും ആഴത്തിലെ തൊഴിലാളിയുടെ പ്രശ്നമുണ്ട്. ഈ ജോബ്ലെസ് ഗ്രോത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വെട്ടിത്തിന്നാനുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ ഗൗരവമായൊരു സാമ്പത്തിക പ്രതിസന്ധിയും ആ നിലയിലുള്ള തൊഴിലില്ലായ്മ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ യുവതലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നം കൂടി CJP ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ സമരം. അപ്പോൾ ഈ സമരമായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ Debate with Madhu Saji.